വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ കെ.പി. റബിയുള്ള നൽകുന്ന ധനസഹായത്തിന്റെ ഭാഗമായ 50 ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ സഹായനിധിയിലേക്ക് കൈമാറി. സിഇഒ ഹബീബ് റഹ്മാൻ, ഇബ്രാഹിം കോഡൂർ എന്നിവർ ചേർന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ചെക്ക് കൈമാറി. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് മുന്നവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക്, പുനരധിവാസ നിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കെ.ടി. റബിയുള്ള ഷിഫ ജസീറയുടെ തലവനാണ്. അദ്ദേഹം 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ അതിപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. റബിയുള്ളക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നന്ദിയും നേരുന്നു. ഡോക്ടർ കെ.ടി. റബിയുള്ള സാഹിബ് 20 ലക്ഷം രൂപ സംഭാവന തന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്. റബിയുള്ള സാഹിബ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായവരെ സഹായിക്കാൻ KPCC പ്രഖ്യാപിച്ച ധനസമാഹരണത്തിലേക്ക് 20 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ.ടി. റബിയുള്ളയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കും മുസ്ലിം ലീഗ് ധനസമാഹരണത്തിലേക്കുമായി 1 കോടി രൂപ കൈമാറിയിരുന്നു. ഇതിന് പുറമെയാണ് ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് 20 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഷിഫ അൽ ജസീറ പ്രതിനിധി യു ഇബ്രാഹിം കൈമാറിയത്. ചടങ്ങിൽ DCC പ്രസിഡന്റ് VS ജോയ് പങ്കെടുത്തു. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സ്നേഹിതൻ ഡോക്ടർ കെ.ടി. റബിയുള്ള സാഹിബ് 20 ലക്ഷം രൂപ സംഭാവന തന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്. റബിയുള്ള സാഹിബ് ഇനിയും ഒരുപാട് കാലം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല തോതിൽ നടത്താൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് 1 കോടി രൂപയുടെ ധനസഹായവുമായി ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയുമായ മലപ്പുറം ഈസ്റ്റ് കോഡൂർ സ്വദേശി കെ.ടി. റബിയുള്ള 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 50 ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുമാണ് കൈമാറിയത്. 300-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായാണ് ധനസഹായം കൈമാറിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ.ടി. റബിയുള്ളയുടെ ധനസഹായമായ 50 ലക്ഷം രൂപയുടെ ചെക്ക് ബഹ്റൈനിലെ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ സിഇഒ ഹബീബ് റഹ്മാൻ കൈമാറി. വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ സന്നിഹിതനായി. മുസ്ലിം ലീഗിന് നൽകിയ 50 ലക്ഷം രൂപ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അൽ ജസീറ ഗ്രൂപ്പ് സിഇഒ ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് കൈമാറി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാല് പതിറ്റാണ്ടിലേറെയായി അമ്പലവയൽ പ്രദേശത്ത് ചുമടായി വെള്ളമെത്തിക്കുന്ന ഹരിദാസിനെ കുറിച്ചുള്ള വാർത്ത 24 നേരത്തെ മോർണിംഗ് ഷോയിൽ കൊടുത്തത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. നഗരത്തിലെ പൊതു കിണറിൻ്റെ കാവലാളായ ഹരിദാസൻ ഇപ്പോഴും ഈ ജോലി തുടരുകയാണ്. ഹരിദാസൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൾഫ് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കെ.ടി. റബിയുള്ള. 24 ഇമ്പാക്റ്റ്. വയനാട് അമ്പലവയൽ നഗരത്തിൽ കുടിനീര് ചുമടായി എത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. പേര് ഹരിദാസ്. 4 പതിറ്റാണ്ടുകൾ ഏറെയായി ഹരിദാസ് കുടിവെള്ള വിതരണം ഉപജീവന മാർഗമായി സ്വീകരിച്ചു. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം വന്നില്ലല്ലോ, എന്നെ മാത്രം കണ്ടില്ലല്ലോ. ഈ കിണറാണ് എന്നെ ഇത്രയും അത്യുന്നത നിലകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഈ കിണറോട് ഭയങ്കര കടമയും കടപ്പാടുണ്ട്. ഈ ഉപ്മാവിൻ്റെ കൊതിയോണ്ടും അവിടെ കുറേ ദൂരത്ത് ഒരു വലിയൊരു കുഴിയിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് ഈ താഴെ കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പാലൊക്കെ തരും, കുറച്ച് ഉപ്മാവൊക്കെ തരും. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. അമ്പലവയൽ പ്രദേശത്ത് ചുമടായി കുടിനീരെത്തിക്കുന്ന ഹരിദാസന്റെ ജീവിതകഥ 24 പുറത്തുവിട്ടിരുന്നു. 67-ാം വയസ്സിലും ഈ ജോലി തുടരുകയാണ് അദ്ദേഹം.
അദ്ദേഹത്തിന് സഹായഹസ്തവുമായി പലരും മുന്നോട്ട് വന്നു. മുളവടിയുടെ രണ്ടഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടകളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാൽനടയായി അമ്പലവയലിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്ന ഹരിദാസൻ സാമ്പത്തിക പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ്. വാർത്ത കണ്ടറിഞ്ഞ KT റബിയുള്ളയുടെ കൈത്താങ്ങ് 2 ലക്ഷം രൂപയാണ് ഹരിദാസിന് കൈമാറിയത്. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത്, വാർഡ് അംഗം കൃഷ്ണകുമാർ, വടുവഞ്ചാൽ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകൻ ബഷീർ അരഞ്ഞനാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം. ഏത് പ്രശ്നങ്ങൾക്കും സർക്കാരിൻ്റെ സഹായഹസ്തം കാത്തു നിൽക്കാതെ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് സാമ്പത്തിക ഭദ്രതയുള്ള ഇത്തരം സന്മനസ്സുള്ള ആളുകൾ സന്നദ്ധരാകുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ഔഷധം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ആശ്വാസമാണ്. തുച്ഛമായ വരുമാനത്തിലും ഈ ജോലി തുടരുന്ന ഹരിദാസൻ പൊതുകിണറിന്റെ സംരക്ഷകൻ കൂടിയാണ്. എനിക്ക് ഈ KT റബിയുള്ള സാറ് ഇങ്ങനെ വലിയ സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഒരു സഹായമാണ് ഇപ്പോൾ എനിക്ക് ഈ സാഹചര്യത്തിൽ ചെയ്തു തന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു സഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് KT റബിയുള്ള വ്യക്തമാക്കി. 24 വയനാട്. അനാഥമായതും കത്തിക്കരിഞ്ഞതും അഴുകിയതുമൊക്കെയായ മൃതദേഹങ്ങൾ, ആരും ചെയ്യാൻ മടിക്കുന്ന തൊഴിൽ. സോമൻ ചേട്ടന് പക്ഷേ ആ മടിയില്ല. കഴിഞ്ഞ 32 വർഷമായി സോമൻ ചേട്ടൻ്റെ സേവനം പോലീസ് വകുപ്പിനടക്കം ലഭിക്കുന്നുണ്ട്. സോമനെ വിളിച്ചാൽ എല്ലാ കാര്യം ഭംഗിയായിട്ട് ചെയ്യും. കാരണം ഇതിനകത്ത് തൂമ്പായ്ക്ക് മാന്താൻ പറ്റുന്നില്ല. കരിങ്കല്ല്, കുപ്പിച്ചില്ല്, ഉമ്മായ, ഈ ഇത്രയായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെട്ടി ഈ ബോഡിയെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പരിശോധന സമയത്ത് അതിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നെ വിളിക്കുന്നത്. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമൻ ചേട്ടന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ്. ഇതിനിടെയാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയ പരമ്പര ദ ഗ്രേറ്റ് ഇന്ത്യൻ ജോബിൽ സോമൻ ചേട്ടന്റെ കഥ വാർത്തയായത്. വാർത്ത കണ്ട ബഹ്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സോമൻ ചേട്ടന് സഹായവുമായി എത്തി. ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭം കണ്ടെത്തിയ മാതൃഭൂമി ചാനലിനെ ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം ശരിക്കും ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ഒരു യഥാർത്ഥ ആളിനെയാണ് അദ്ദേഹം സഹായിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പെരടാമത്തിലാണ് എൻ്റെ മെയിൻ വിഷയം. ആരേലും ഒന്ന് തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യത്തിന് മുന്നോട്ട് പോവുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിപ്പോൾ ഒരു തുടക്കമാണ്. അത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുടുംബത്തിൻ്റെയും സോമൻ ചേട്ടൻ്റെയും സ്വപ്നമായ അടച്ചുറപ്പുള്ള വെള്ളം കയറാത്ത വീട് എന്ന സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.